ഗായ്സ്, നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെയാണ് ഇന്ന് എൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം തന്നെ ആര്യവേപ്പാണ്. നല്ല ഗുണമുള്ള ചെടിയാണെന്ന് കേട്ടിട്ടുണ്ട്. കയ്പുള്ളൊരു ചെടിയും കൂടിയാണ്. അടുത്ത ചെടി എന്ന് വെച്ചാൽ വെണ്ടയ്ക്കൻ്റെ ചെടിയാണ്. വെണ്ടയ്ക്കൻ്റെ ചെടിയിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ടാവും, അത് പൊട്ടിച്ചിക്കണ്. ഇനി ഉണ്ടാവുന്ന മുട്ടുകളാണ് ഉണ്ടാവുക. ഇതാണ് മുട്ടുകൾ. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. പിന്നെ അടുത്തത് ഇതാ വലിയ വെണ്ടയ്ക്കൻ്റെ മരമാണിതാ. ഒരു വലിയൊരു വെണ്ടയ്ക്കൻ്റെ മരത്തിലുണ്ട്. ഇതാ കുഞ്ഞിൻ്റെ അതിൻ്റെ അപ്പുറത്ത് മുട്ടുകളുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ മരത്തിൽ ഇലകൾ ചീര ഉണ്ട്. ചീര ഒരുപാട് ചീര ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. നമുക്ക് അടുത്തതും ഒരു ചെറിയ മരത്തുമുള്ള ചീരയാണ്. പിന്നെയും ഉള്ളത് വെണ്ടയ്ക്കൻ്റെ മരം ഉണ്ടോ, വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വലിയ കവുങ്ങ് ഉണ്ടായിട്ടുണ്ട്. കവുങ്ങിൻ്റെ അമ്മ ചെറുതേ വലുപ്പം ഉണ്ടാകുമ്പോൾ കിട്ടിയത്. ഇപ്പം ഇത്രക്കായി ഇത്ര പെട്ടെന്ന്. പിന്നെ ഉള്ളത് എന്താണ്, ഇതും വെണ്ടയ്ക്കൻ്റെ ചെടി തന്നെയാണ്. ഇത് ഉണ്ടായതൊക്കെ പൊട്ടിച്ചിക്കണേ. ആകപ്പാട് മുട്ടുകളേ ഉള്ളൂ. ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ്. വെണ്ടയ്ക്കൻ്റെ ചെടീനെ ഇവിടെ മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഉണ്ടാവാനുള്ളൊരു പ്രോസസ്സിൽ നിൽക്കുന്നുണ്ട്. പൂവുണ്ട്. പിന്നെ ഇതാ ചീര വീണ്ടും ഇവിടെ ഒരു ഓട്ട കണ്ടോ. ഇതെന്തോ സാധനം കടിച്ച് തിന്നതാണ്. ഇതിന്മേലൊക്കെ അത് ജീവി വന്ന് പറ്റി കിടക്കും ഗൈസ്. പിന്നെ അടുത്തതൊരു വെണ്ടയ്ക്ക ചെടി, പക്ഷെ ഇതിനെന്തോ ഒരു വെട്ടൽ പറ്റുന്നുണ്ടോ, എന്തോ സംഭവം എന്തോ നിന്നിക്കണ്. പെട്ടെന്ന് ശനി പോകാനുള്ള കാരണം ഉണ്ടാവും കേട്ടോ. ഇതാണ് എൻ്റെ ചെടി. പിന്നെ ഇതുണ്ടാവാനുള്ളൊരു പ്രോസസ്സിൽ നിൽക്കണം. ഓ ഗൈസ്, ഇത് പൊട്ടിപ്പോകുന്നു കേട്ടോ. ഇതിൻ്റെ തൊപ്പിയായിരുന്നു. നിങ്ങളത് അതിൻ്റെ തൊപ്പി കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടോ ഒരു തൊപ്പി. അതിമ്പോൾ തന്നെ വെച്ച് കൊടുക്കാം. ഉണ്ടാവുന്നതാണ് തോന്നുന്നു. അടുത്ത ചെടി എന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ ചെടി തന്നെയാണ്. ഇതിലൊരു വലിയ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചു ഗൈസ്. നല്ല രസമുണ്ട്. ഇത്രയും വലിപ്പം ഉണ്ടാവും കേട്ടോ. ഇത്രേനെക്കാട്ടിയും വലിപ്പം ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെടികൾ കണ്ടാൽ ഇത് നമുക്കിപ്പോൾ ഇവിടെ വയ്ക്കാം. അടുത്ത ചെടി ഒരു ചീരയാണ്. ഇത്തിരി അധികം വലിപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതും വെണ്ടയ്ക്കനെ വരും, ചെറിയ വെണ്ടയ്ക്ക. പിന്നെ അത് അതിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ അപ്പുറത്തിൻ്റെ കൈതോല എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ ചെടിക്ക്. അതിൽ ഉണങ്ങി നിൽക്കണ്. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. അടുത്തത് ഫ്രൂട്ട്സാണ്. ഇനിയുണ്ട് ചെടികൾ. ഇവിടെ വെണ്ടയ്ക്ക ഉണ്ട്, ഇവിടെ ചീര ഉണ്ട്, ഇവിടെ വീണ്ടും വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ അങ്ങോട്ട് വെണ്ടയ്ക്കയും ചീരൻ്റെയും ഒരു കളിയാണ്. പിന്നെ ഇവിടെ ഉള്ളതാണ് ഇതെന്തൊരു ചെടിയാണ്, തക്കാളിൻ്റെ ആണെന്നാണ്. ഇതും അങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നു. ഇവിടുത്തൊക്കെ ഇത് വെണ്ടയ്ക്കൻ്റെ കേട്ടോ. പിന്നെ എന്താ തക്കാളിൻ്റെ മരം, തക്കാളി ഉണ്ടായിക്കണം കേട്ടോ ഗൈസ്. എന്താണ് തക്കാളി ഇതുകൊണ്ടോ ഗൈസ്. ഇത്രയും കുഞ്ഞു തക്കാളി നിങ്ങളാരെങ്കിലും കണ്ടിക്കണം? കുഞ്ഞി തക്കാളി ഗൈസ്, കുഞ്ഞി തക്കാളി. അതിൻ്റെ അപ്പുറത്തും അതിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള തക്കാളി. പിന്നെ ഇതൊക്കെ തക്കാളിൻ്റെ മരമാണ്. പക്ഷെ ഇതിലൊന്നും ഉണ്ടായിട്ട് അതിലുണ്ടാവുന്നുണ്ട്. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഈ മരത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടെന്ന്. പിന്നെ ഇവിടെ ഒന്നുണ്ട്, രണ്ടുണ്ട്. ഇത് ഇത്തിരി അധികം വലിപ്പമുള്ള സംഭവം തന്നെയാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ വീട്ടിൻ്റെ അവിടെ. പിന്നെ ഇത് ഏറ്റവും വലുപ്പം ഈ ചെടിയിൽ തന്നെ വലുപ്പമുള്ളൊരു തക്കാളിയാണ്. ഇത് റെഡ് കളറായി നമുക്ക് പൊട്ടിക്കാം. ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒക്കെ പോയിട്ട്
വലുതായി വരണം. ഞാൻ അടുത്ത് കാണിക്കണം എൻ്റെ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് ഒന്നാണിത്, പപ്പായ. പപ്പായ 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 പപ്പായ. പിന്നെ ഇതും പപ്പായൻ്റെ ചെടി തന്നെയാണ്. പിന്നെ അതാ ഇത്, ഇതിൻ്റെ പേരെന്തായിരുന്നു, കറിവേപ്പില. പിന്നെ ഇവിടെയുണ്ട് തിരുവ കറിവേപ്പില, ഇവിടെയുണ്ട് കറിവേപ്പില. ഇത് കറ്റാർവാഴൻ്റെ ചെടിയാണ് കേട്ടോ, കറ്റാർവാഴ. പിന്നെ നമുക്ക് അടുത്തത് ഒരു ഫ്രൂട്ട്സ് കാണാം. അടുത്ത നമുക്കൊരു ഇത് കാണാം, ഫ്ലവേഴ്സ് കണ്ടു, ഇത്രയും ഉണ്ടായിട്ടുണ്ട്. ഇത് ചെമ്പരത്തിയാണ് കേട്ടോ, ചെമ്പരത്തി കണ്ടോ, ചെമ്പരത്തിൻ്റെ ഒരു എന്താ അടിയിലൊന്നുണ്ടായിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ടായത്, വെട്ടിയതാണ് അവിടെ. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം കാണാൻ. റെഡ് ഉണ്ടായിരുന്നു, റെഡ് ഇവിടെ കാണാനില്ല. അടുത്തൊരു ഫ്രൂട്ടായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഫ്രൂട്ട്. വഴിയിൽ തന്നെ ഉണ്ട് പ്ലാവ്, ചക്കമരം കണ്ടോ, എല്ലാം കുത്തുന്ന ടൈപ്പ് ഉണ്ട്, എല്ലാം കുത്തുണ്ട്. നല്ല കുത്തുണ്ട്. വൈറ്റ് കളറായി കൈ. ഇങ്ങനെ ഇതാ കുറച്ചും പാടി പോകാതെ. ഇതാണ് ഇത്തിരി ഏറ്റവും വലിപ്പമുള്ള ചക്ക. ഇത് കണ്ട് ഇവിടെ ഇടുങ്ങിയിരിക്കണ്. ചക്കൊന്ന് പുള്ള ചെയ്ത് വെക്കാം. ഭയങ്കര കട്ടിയുള്ള ചക്കയാണ് ഈ ഫ്ലവർ. അപ്പുറത്തന്നെ ഞങ്ങളെ പാടാണ്. പാടം നിങ്ങൾക്കറിയില്ലേ എന്ത് രസമാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലും പാടി വരാം. ഒരു പൂച്ച പറ്റിക്കൂടെ എൻ്റെ കുക്കൂടാണ്. കിങ്ങിണി എവിടെയാണെന്ന് അറിയില്ല. അതിൻ്റെ കുക്കൂടാണ്. പിന്നെ അതാ വേറെ മുല്ലപ്പൂവിൻ്റെ വേറെ ഐറ്റം ടൈപ്പുള്ള സാധനം ഈ ഒരു ചെടി. ഈ ചെടിൻ്റെ എന്താ ഒരു വൈറ്റ് വലിയ ഇത്തിരി വലിപ്പമുള്ളൊരു പൂ ഉണ്ടാവും, ഫ്ലവർ. ക്ലിയർ ആവണില്ല. ഇത് ഏറ്റവും കുഞ്ഞു ഫ്ലവർ, കാണാനില്ല എന്ന് തോന്നുന്നു. ഇതാണ് ഇത്തിരി വലിപ്പമുള്ള മുട്ട്. ഇനി നാളെ വരാം. ടാറ്റാ.